വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് പാസ്ത. പാസ്തയെ പറ്റി അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പാസ്ത. നോക്കാം എങ്ങനെ പാസ്ത എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത്. രണ്ട് വലിയ ക്യാരറ്റും 2 ക്യാപ്സിക്കവും 2 തക്കാളിയും 7-8 ബീൻസുമാണ് ഞാൻ എടുത്തത്. ഡെൽമോണ്ടയുടെ പെന്നി പാസ്തയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് പാസ്ത ഇടുകയാണ്. 4 പേർക്കുള്ള പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ 2 പേര് കുട്ടികളാണ് കേട്ടോ. ഇതൊരു 9 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ ക്യാരറ്റ് ഇതിലേക്കിടാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനും ബീൻസിനും വേവ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ആദ്യം അവ വേവിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് വേവിക്കാം. പാസ്ത വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് ലെയറായിട്ട് ഇടാൻ പോവാണ്. കുറച്ച് പാസ്ത ഇട്ട് അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇടും. പിന്നെയും പാസ്ത ഇടും. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വെജിറ്റബിൾസ് ഇടും. ഇങ്ങനെ ലെയറായിട്ട് ഇടാൻ പോവാണ്. ഓരോ ലെയറിലും പാസ്ത സോസ് ഇടാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണെങ്കിലും പാസ്ത സോസ് വേണ്ടി വരും. ലെയറായി ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പാസ്ത റെഡിയായി. ഇനി സോസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.